3:45 ആവും കേട്ടോ കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ. അത് കഴിഞ്ഞ് അവർ കുളിക്കാൻ കയറും. കുളി കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം പുറത്ത് പോയി കളിക്കും. കളിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുക. പിന്നെ കയറുന്നത് ഒരു 6 മണിക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് അവർ ഉണ്ണീരുടെ കൂടെ കുറച്ച് നേരം കളിക്കും. കാരണം ആ സമയം കൊണ്ട് എനിക്ക് വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. വീട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ അടുക്കളയത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ അവരെ പഠിക്കാനായിട്ട് ഇരുത്തും. അപ്പോൾ എഴുതാനുള്ളതും പിന്നെ ഹോംവർക്കായിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇരുന്ന് ചെയ്യാം. പിന്നെ അവർക്ക് അസൈൻമെൻറ്റ് വർക്കുകളുണ്ടാവും. അതൊക്കെ ചെയ്ത് അവരെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ അതിനിടയിൽ കുഞ്ഞൂസ് വന്ന് അവരെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് എന്ന് പറയുന്നത് എൻ്റെ 3ാമത്തെ ഉണ്ണിയാണ്. അപ്പോൾ അവൾ ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന കാരണം അവളെ അധികം നേരം ചേട്ടൻ്റെയും ചേച്ചിയുടെയും കൂടെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവളെയും പതുക്കാനെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 7 മണി സമയമാണ്. പക്ഷേ ഇരുട്ടിയിട്ടില്ല. ഒരു 4 മണിയുടെ അന്തരീക്ഷമാണ് പുറത്ത് കാണാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അവൾ ഒരു പൂച്ചേനെ കണ്ടു. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് പൂച്ചേനെ കണ്ടപ്പോൾ. അപ്പോൾ പൂച്ചയോട് ഇങ്ങനെ വർത്താനമൊക്കെ പറയേണ്ട ആൾ. അപ്പോൾ ഇങ്ങനെ വർത്താനൊന്നും പറഞ്ഞു തുടങ്ങിയിട്ടൊന്നുമില്ല, ആ ഊന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ ഭയങ്കര ആൾക്ക് നല്ല സന്തോഷമായി. അവൾ ആ പൂച്ചേനൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ആൾ നല്ല ഹാപ്പിയിലാണ് ഇരിക്കണത്.